കായിക പ്രേമികൾക്ക് 2025 ഒരു അതിശയ വർഷമാണ്. കളിക്കളത്തിൽ പല താരങ്ങളുടെയും പല ടീമുകളുടെയും അവരുടെ ആരാധകരുടെയും കണ്ണുനീർ തുടച്ചു നീക്കിയ സന്തോഷവർഷം. നവംബറിൽ ഇന്ത്യൻ പുരുഷന്മാരുടെ കണ്ണുനീർ വീണ ലോകകപ്പ് വേദിയിൽ 2 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ വനിതകൾ ഒരു പുതുചരിത്രം തന്നെ രചിച്ചു. ടൂർണമെന്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഇന്ത്യൻ സംഘം 4ാം സ്ഥാനക്കാരായിട്ടായിരുന്നു ലോകകപ്പിന്റെ സെമിയിലേക്ക് പ്രവേശിച്ചത്. സെമിയിൽ കരുത്തരായ ഓസീസ് ആയിരുന്നു ഇന്ത്യയുടെ എതിരാളി. മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത 339 എന്ന ലക്ഷ്യം കങ്കാരുപ്പട ഉയർത്തിയപ്പോൾ പലരും കരുതി ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചെന്ന്. എന്നാൽ കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ജമീമ റോഡ്രിഗസിന്റെ ഐക്കോണിക് സെഞ്ചുറിയുടെയും നായിക ഹർമൻപ്രീത് കൗറിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ വിജയത്തിന്റെ ആനന്ദ നൃത്തമാടി. നവംബർ 2 അതേ വേദിയിൽ നടന്ന കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കൻ വനിതകളെ 52 റൺസിന് തകർത്തെറിഞ്ഞുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ ലോകകപ്പിൽ മുത്തമിട്ടു. IPL കിരീടത്തിന്റെ പേരിൽ ഏറെ പരിഹസിക്കപ്പെട്ട ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലിയുടെയും RCBയുടെയും ആനന്ദ കണ്ണീർ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വീണത് ഈ വർഷം ജൂൺ 3 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെയും വിരാട് കോഹ്ലിയുടെയും RCB ആരാധകരുടെയും നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിനായിരുന്നു അന്നവിടെ വിരാമമായത്. ഫുട്ബോൾ മൈതാനങ്ങളിലും ഇക്കൊല്ലം ആനന്ദത്തിന്റെ പുഞ്ചിരിയും മാർപ്പുവിളികളും മലയടിച്ചു. കരബാവോ കപ്പ് നേടിക്കൊണ്ട ന്യൂകാസിൽ യുണൈറ്റഡും FA കപ്പിൽ ക്രിസ്റ്റൽ പാലസും യൂറോപ്പ ലീഗിൽ ടോട്ടനാമും ചാമ്പ്യൻസ് ലീഗിൽ PSGയും കാത്തിരിപ്പുകൾ ഓരോന്നോരോന്നായി അവസാനിപ്പിച്ചു. അങ്ങനെ കിരീടമില്ലാത്തവർ കിരീടം വെച്ച കാത്തിരിപ്പുകൾക്ക് അറുതിയായ കണ്ണുനീരുകൾ പുഞ്ചിരികളായ വർഷം. നന്ദി 2025 മനോഹരമായ ഒരു കായിക വർഷം നൽകിയതിന്.